ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വേണ്ടി കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. VSന്റെ ഓർമ്മ ഇന്നും മലമ്പുഴയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നും ജിജിൻ പറയുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വേണ്ടി കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. VSന്റെ ഓർമ്മ ഇന്നും മലമ്പുഴയിൽ നിലനിൽക്കുന്നുവെന്നും ജിജിൻ പറഞ്ഞു. 2006-ൽ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ എത്തിയപ്പോഴാണ് മുണ്ടൂർ സ്വദേശിയായ ജിജിൻ മുത്തച്ഛന്റെ കഥ കേട്ട് VS അച്യുതാനന്ദന്റെ ആരാധകനായ ശേഷം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ VS അച്യുതാനന്ദനെ കാണാനെത്തിയത് എന്നാണ് ജിതിൻ പറയുന്നത്. ഈ സമയത്ത് അച്യുതാനന്ദനെ വരവേൽക്കാനായി മനസ്സിൽ തോന്നിയ കണ്ണേ കരളെ VSA എന്ന് ആദ്യം വിളിച്ചത് ജിജിനാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കണ്ണേ കരളെ VSA എന്നതിനൊപ്പം ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നും ഉൾപ്പെടെ പിന്നീട് മറ്റുള്ള പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ഇന്ന് ആ മുദ്രാവാക്യമാണ് ലോകമെമ്പാടും VSനൊപ്പം അലയടിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ജിജിൻ പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷ നേതാവായിരിക്കുകയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരിക്കുകയും മലമ്പുഴയിൽ വന്നപ്പോഴും VS അച്യുതാനന്ദനെ നേരിൽ കാണാൻ കഴിഞ്ഞെന്നും ജിജിൻ പറഞ്ഞു. 2001-ലും 2006-ലൊക്കെ VS അച്യുതാനന്ദൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ മുത്തച്ഛനാണ് VS എന്ന് പറയുന്ന നേതാവ്. കുട്ടികൾക്കൊന്നും അന്ന് VSനെ ആദ്യമായിട്ട് അറിയുന്നില്ല. മാരാരിക്കുളത്ത് തോറ്റതിന് ശേഷം പിന്നീട് VS മലമ്പുഴയിലേക്ക് വരുമ്പോൾ എന്റെ മുത്തച്ഛൻ അന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകനും ഇവിടെ പാർട്ടി ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത PM നാരായണൻ പറയുന്ന ആ മുത്തച്ഛനിൽ നിന്നാണ് VS എന്ന് പറയുന്ന മഹാനേതാവിനെ കുറിച്ച് അറിയുന്നത്. ആ നേതാവിനെ ക്ഷണിക്കാൻ പോകേണ്ട അന്ന് LC സെക്രട്ടറി ആയിട്ടുള്ള V ലക്ഷ്മണൻ എന്ന് പറയുന്ന സഖാവ് എന്നെയും കൂട്ടി 2006 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് കണ്ണേ കരളെ VSA എന്ന് പറയുന്ന മുദ്രാവാക്യം എന്റെ ഉള്ളിൽ തീയായിട്ട് വരുന്നത്. കണ്ണേ കരളെ VSA എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് ആ മുദ്രാവാക്യത്തിന് രൂപമാറ്റം വന്ന് കണ്ണേ കരളെ VSA ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നൊക്കെ ആയി മാറി. പക്ഷെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, മുത്തച്ഛൻ പറഞ്ഞ അറിവിൽ നിന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കണ്ണേ കരളെ VSA പുന്നപ്പറയുടെ സമരസഖാവേ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അനീതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ഏത് നീതികേട് എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് പറയുന്ന ധൈര്യം നമുക്ക് തന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം, ഇന്ന് ഞാൻ വിളിച്ച ആ മുദ്രാവാക്യം ഇന്ന് പല പേപ്പറുകളുടെ തലക്കെട്ടായി വരുന്നു, പല ആളുകൾ അത് ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും VS എന്ന് പറയുന്ന മഹാമനുഷ്യന് ജനം കൊടുത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യം. എന്റെ മാത്രമല്ല, ലോകത്തിന് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ ലോകത്തിന്റെ മാത്രം ആയി മാറുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ. തുടക്കത്തിൽ ഞാനാണ് കൊണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇന്ന് VSനെ അങ്ങനെ വിളിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ മഹാൻ VS ആണ്, ഞങ്ങൾ ആരുമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. VS വിളിച്ച ആ മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഞാൻ വിളിക്കുകയാണ്. പുന്നപ്പറയുടെ സമരസഖാവേ, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിൽ ഒഴുകും ചോരയിലൂടെ. ന്യൂസ് ഡെസ്ക് CCV.